ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന LDFന്റെ മുഖ്യ പ്രചാരകനായി മാറിയിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. UDFന്റെ ഭരണകാലത്ത് മലപ്പുറം ജില്ലയിൽ SNDPക്ക് ഒരു സ്കൂൾ പോലും തുടങ്ങാൻ അവസരം കിട്ടിയില്ല, വളരാൻ അവസരം ലഭ്യമായിരുന്നില്ല. അതേപോലെ കോട്ടയത്ത് ക്രൈസ്തവ സമൂഹം വെള്ളാപ്പള്ളി നടേശനോ തൻ്റെ സമുദായത്തിനോ വളരാനോ വികസിക്കാനോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനോ അവസരം അവിടെയും ലഭിച്ചില്ല. അങ്ങനെ ഈ രണ്ട് മതന്യൂനപക്ഷങ്ങളെയും അതേപോലെ UDFന്റെ ഭരണം വന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ ഭരണമായിരിക്കും എന്നുമൊക്കെ അദ്ദേഹം പ്രചരണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രചരണങ്ങളെല്ലാം സാക്ഷാൽ പിണറായി വിജയനും അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മറ്റ് നേതാക്കന്മാരും എല്ലാം തന്നെ അതിനെ അംഗീകരിക്കുകയും അതിനെ വിമർശിക്കാതിരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇടതുപക്ഷം ഇദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് നടക്കുന്നു. അപ്പോഴാണ് നമുക്ക് ഒരു സംഭവം ഓർമ്മ വരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ SNDP അംഗങ്ങളെയൊക്കെ ചേർത്ത് നമ്പൂതിരി മുതൽ നായാടി വരെ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് BDJS എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. BJPയും BDJSും എല്ലാം കൂടെ ഇന്ത്യയുടെ ഭാഗമായി ഇലക്ഷന് മത്സരിച്ചു. 2016 ഇലക്ഷൻ പ്രചരണത്തിന് BJP ഒരു ചാർട്ടേഡ് ഹെലികോപ്റ്റർ വെള്ളാപ്പള്ളിക്ക് നൽകി. അങ്ങനെ വെള്ളാപ്പള്ളി ഹെലികോപ്റ്ററിൽ ഉയരങ്ങളിൽ ഇങ്ങനെ പറക്കുന്നു. അപ്പോൾ ഇവിടെ തമാശ രൂപത്തിലാണെങ്കിൽ പോലും ഒരു പ്രചരണം നടന്നു. വെള്ളാപ്പള്ളിയുടെ വിസർജ്യ വസ്തുക്കൾ സവർണ സമുദായ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മലയാളികളുടെ തലയിൽ പതിക്കുന്നു എന്നുള്ളതായിരുന്നു ആ വിമർശനം. ഏതായാലും ആ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി അമിതമായി ഉയർത്തി കാട്ടിച്ച BJPക്ക് കനത്ത തിരിച്ചടിയാണ് ലഭ്യമായത്. ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. ഇപ്പോൾ ഇടതുപക്ഷം അദ്ദേഹത്തെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. BJPക്ക് പറ്റിയ ഗതി ഇടതുപക്ഷത്തിനും പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തമായി നിൽക്കുന്നത്. പിന്നെ ഇടിവെട്ടിയവന് പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ ഇടതുപക്ഷത്തിന് മറ്റൊരു തിരിച്ചടി കൂടി കിട്ടിയിരിക്കുന്നു. അവരുടെ ചീഫ് ക്യാമ്പയിനറായിട്ടുള്ള വെള്ളാപ്പള്ളിയെ SNDPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവും വന്നിരിക്കുന്നു. ഏതായാലും ഇവിടുത്തെ രാഷ്ട്രീയ രംഗമാകെ കലുഷിതമായിരിക്കുന്നു. നമുക്കെല്ലാം കാത്തിരുന്ന് കാണാം.